ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അതായത് ഓഫറിൻ്റെയും ആക്സെപ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ഓഫർ, ആക്സെപ്റ്റൻസ്, ദെൻ എപ്പോഴാണ് അവ വാലിഡ് ആകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി പറയാനുള്ളത് ഈ ഓഫറും ആക്സെപ്റ്റൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഉള്ളവരാകുമ്പോൾ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. ബട്ട് ഇവർ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഇല്ലാത്ത പാർട്ടീസാണ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത്. So when the parties are facing each other, there is no problem of communication because there is instantaneous communication of offer and acceptance. But when the parties are at a distance, communication of offer, acceptance and the revocation are done according to section 3 to 5. അതായത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പാർട്ടീസ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, കാര്യങ്ങൾ മീൻസ് ഓഫർ, ആക്സെപ്റ്റൻസ് ആൻഡ് ദ റിവോക്കേഷൻ. റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഫറും ആക്സെപ്റ്റൻസും ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അത് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് റിവോക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓഫർ, ആക്സെപ്റ്റൻസ് ആൻഡ് ദ റിവോക്കേഷൻ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് കോൺട്രാക്റ്റ് ആക്റ്റിൽ സെക്ഷൻ 3 to 5 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 3 പറയുന്നത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സെക്ഷൻ 4 പറയുന്നത് വെൻ ഈസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്. ദെൻ സെക്ഷൻ 5 പറയുന്നത് ടൈം ഫോർ റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാകണം ഓഫറും ആക്സെപ്റ്റൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് സെക്ഷൻ 3. സെക്ഷൻ 3 പറയുന്നത് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഓഫറും ആക്സെപ്റ്റൻസും എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ദെൻ സെക്ഷൻ 3 പറയുന്നത് 2 മെത്തേഡ്സ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ബൈ ആൻ ആക്ട് ആൻഡ് സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷൻ ബൈ ഒമിഷൻ ഓഫ് ആൻ ആക്ട്. ഒരു കാര്യം ചെയ്തിട്ടും ദെൻ ഒരു കാര്യം ചെയ്യാതിരുന്നിട്ടും നമുക്ക് ഓഫറും ആക്സെപ്റ്റൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആക്ട് ഇൻക്ലൂഡ്സ് ബൈ കോണ്ടക്ട് ഓർ ബൈ വേർഡ്സ് റിട്ടൺ ഓർ ഓറൽ. സോ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ബൈ ലെറ്റർ, ടെലഗ്രാം, ടെലഫോൺ എറ്റ്സെട്ര. സോ നോർമലി ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ലെറ്റർ അയച്ചിട്ടും ടെലഗ്രാം അയച്ചിട്ട് അല്ലെങ്കിൽ ടെലഫോൺ വഴിയൊക്കെയാണ്. സോ അങ്ങനെ നമുക്ക് ഓഫറും ആക്സെപ്റ്റൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. Then omission includes conduct of forbearance on the part of one person which has the effect of communication. Communication മനസ്സിലാകുന്ന തരത്തിൽ, മീൻസ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റ് കിട്ടുന്ന തരത്തിൽ ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട്, ദാറ്റ് മീൻസ് നമ്മൾ സംയമനം പാലിച്ചിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ ആക്ട് ഷുഡ് ഹാവ് ദ ഇഫക്റ്റ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഓഫർ, ആക്സെപ്റ്റൻസ് ഓർ റിവോക്കേഷൻ. എന്ത് ആക്ട് ആയാലും ആ ആക്ടിന് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റ് വരണം. അതല്ലാതെ ഓഫറും ആക്സെപ്റ്റൻസും റിവോക്കേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ആക്റ്റുകൾ ചെയ്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ആകുന്നില്ല. സോ അത്തരം ആക്റ്റുകൾ ചെയ്യുമ്പോഴേ, ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റ് കിട്ടുന്ന ആക്റ്റുകൾ ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിക്കേഷന് ശരിയാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മിസ്റ്റർ എ അയാളുടെ ബൈക്ക് ബിക്ക് ഓഫർ ചെയ്യാണ്. എന്നിട്ട് പറയാണ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5000 രൂപ അഡ്വാൻസ് തരണം എന്ന് പറയുകയാണ് വിചാരിക്കുക. ദെൻ ഈ മിസ്റ്റർ ബി 5000 രൂപ അഡ്വാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞത് ഒരു ആക്റ്റാണ്. ദെൻ അവരത് ഒരു ലെറ്റർ അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. ചിലപ്പം ടെലഗ്രാം അയക്കാം, അല്ലെങ്കിൽ ടെലഫോൺ വഴി വിളിച്ചിട്ട് പറയാം. സോ അതൊക്കെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അതേസമയം ഒരു ഓഫറിൽ സപ്പോസ് ടെലഗ്രാം അയക്കണം എന്ന് പറഞ്ഞു, ആ ടെലഗ്രാം അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാവും. സോ ബൈ ആൻ ആക്ട് ഓർ ബൈ ഒമിഷൻ ഓഫ് ആൻ ആക്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാമെന്നുള്ളതാണ് സെക്ഷൻ 3 പറയുന്നത്. അടുത്തത് സെക്ഷൻ 4 പറയുന്നത് വെൻ ഈസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ്. കമ്മ്യൂണിക്കേഷൻ്റെ മോഡ് പറഞ്ഞു. ഇനി കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 4 പറയുന്നത്. അതിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഒരു ഓഫർ, ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്, ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ എന്ന് പറഞ്ഞ 3 തരത്തിലുണ്ട്.
അതായത് ഓഫറിൻ്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോൾ കംപ്ലീറ്റ് ആകും, ആക്സെപ്റ്റൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോൾ കംപ്ലീറ്റ് ആവും, ദെൻ റിവോക്കേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോൾ കംപ്ലീറ്റ് ആവുമെന്ന് 3 വ്യത്യസ്ത തരത്തിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ. The communication of a proposal is complete when it comes to the knowledge of the person to whom it is made. ഓഫർ എന്നുള്ളത് കംപ്ലീറ്റ് ആകുന്നത്, ദാറ്റ് മീൻസ് ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് എപ്പോൾ മാത്രമാണ്, അത് ഓഫറിയുടെ കയ്യിലെത്തുമ്പോൾ, ദാറ്റ് മീൻസ് ഓഫറി അതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് ഓഫർ എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുന്നത്. അതായത് മിസ്റ്റർ എ ലെറ്റർ അയച്ച് ഉടനെ ഓഫർ കംപ്ലീറ്റ് ആകുന്നില്ല, ആ ലെറ്റർ കൗണ്ടർ പാർട്ടി റിസീവ് ചെയ്യുമ്പോഴാണ് ഓഫർ കംപ്ലീറ്റ് ആകുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓൺ 1st January 2020, മിസ്റ്റർ എ സെൻഡ്സ് എ ലെറ്റർ ബൈ ഓഫറിങ് ഹിസ് കാർ ടു മിസ്റ്റർ ബി. മിസ്റ്റർ എ അയാളുടെ കാറ് മിസ്റ്റർ ബിക്ക് ഓഫർ ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ അയച്ചു എന്ന് 1st January 2020. ദെൻ 1st January 2020 ലെറ്റർ അയക്കുന്നതോടുകൂടെ ഓഫർ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നില്ല. അത് കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബി ആ ലെറ്റർ റിസീവ് ചെയ്യണം. സോ 10th January 2020 മിസ്റ്റർ ബി റിസീവ്ഡ് ലെറ്റർ. മിസ്റ്റർ ബി എന്നെ ലെറ്റർ റിസീവ് ചെയ്യുന്നുള്ളൂ 10th Januaryക്കേ ഉള്ളൂ. സോ ഇവിടെ പ്രോസസ്സ് എപ്പോൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാം, 10th Januaryക്കാണ് ഓഫറിൻ്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതല്ലാതെ 1st January ഓഫർ ചെയ്തുകൊണ്ട് ലെറ്റർ അയക്കുന്നതോടുകൂടെ ഓഫർ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നില്ല. അത് കൗണ്ടർ പാർട്ടിയുടെ ഇൻഫോർമേഷനിൽ എത്തുമ്പോൾ, അയാൾ അതിനെക്കുറിച്ച് അറിയുമ്പോൾ, ദാറ്റ് മീൻസ് അയാൾ ആ ലെറ്റർ റിസീവ് ചെയ്യുമ്പോഴേ എന്ത് ചെയ്യുന്നുള്ളൂ, ഓഫർ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ. റിവോക്കേഷന് മുമ്പ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് പറയാം. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ, ദാറ്റ് മീൻസ് അഗെയിൻസ്റ്റ് ദ പ്രൊപ്പോസർ, when it is put into the course of transmission to him so as to be out of the power of the acceptor. അതായത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം പറയുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമാവും. ദാറ്റ് മീൻസ് മിസ്റ്റർ എ 1st Januaryക്ക് ലെറ്റർ അയച്ചു, 10th Januaryക്ക് മിസ്റ്റർ ബി ലെറ്റർ റിസീവ് ചെയ്യുന്നതോടെ ഓഫർ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി ആക്സെപ്റ്റൻസ് ആണ്, അതായത് മിസ്റ്റർ ബി ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിസ്റ്റർ എക്ക് ലെറ്റർ അയക്കും. ദെൻ മിസ്റ്റർ എക്ക് ലെറ്റർ അയക്കുന്നത് എന്നാണ്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 12th January 2020. മിസ്റ്റർ ബി സെൻഡ്സ് എ ലെറ്റർ ബൈ ആക്സെപ്റ്റിംഗ് ദി ഓഫർ. മിസ്റ്റർ ബിയും ലെറ്റർ അയക്കാണ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ദെൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലെറ്റർ അയക്കുന്നതോടുകൂടെ മിസ്റ്റർ എക്ക്, ദാറ്റ് മീൻസ് ഓഫറർ പ്രൊപ്പോസറിന് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് മീൻസ് മിസ്റ്റർ ബി ലെറ്റർ അയക്കുമ്പോൾ, ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ലെറ്റർ അയക്കുമ്പോൾ മിസ്റ്റർ എനെ സംബന്ധിച്ചിടത്തോളം, ദാറ്റ് മീൻസ് ഓഫററെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റൻസ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കൺസിഡർ ചെയ്യാം. പക്ഷേ മിസ്റ്റർ ബിക്ക്, ദാറ്റ് മീൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്ക്, ആക്സെപ്റ്ററിന് ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ആ ലെറ്റർ പ്രൊപ്പോസറിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം. ദാറ്റ് മീൻസ് 20th January 2020ക്കാണ് മിസ്റ്റർ എ ലെറ്റർ റിസീവ് ചെയ്യുന്നത്. സോ 20th Januaryയിലെ മിസ്റ്റർ ബീനെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. പക്ഷേ മിസ്റ്റർ എനെ സംബന്ധിച്ചിടത്തോളം 12th Januaryക്ക് തന്നെ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം മിസ്റ്റർ ബി 12ാം തീയതി തന്നെ ആക്സെപ്റ്റ് ചെയ്ത് ലെറ്റർ അയച്ചിട്ടുണ്ട്. സോ ആ ലെറ്റർ അയച്ച ഉടനെ മിസ്റ്റർ എക്ക് ഓഫറല്ല ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1st January 2020ക്ക് മിസ്റ്റർ എ ലെറ്റർ അയക്കുന്നു. മിസ്റ്റർ എ അയച്ച ലെറ്റർ മിസ്റ്റർ ബിക്ക് കിട്ടുന്നത് 10th Januaryക്കാണ്. സോ 10th Januaryക്ക് ഓഫർ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇനി ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മിസ്റ്റർ ബി ലെറ്റർ അയക്കുന്നത് 12th Januaryക്കാണ്. സോ മിസ്റ്റർ എനെ സംബന്ധിച്ചിടത്തോളം, ദാറ്റ് മീൻസ് ഓഫററെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് 12th January. ദാറ്റ് മീൻസ് എന്നാണോ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓഫറി അല്ലെങ്കിൽ ആക്സെപ്റ്റ് ലെറ്റർ അയക്കുന്നത്, ആ സമയം തന്നെ പ്രൊപ്പോസറിന് ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവും. പക്ഷേ ആക്സെപ്റ്ററിന്
ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ആ ലെറ്റർ പ്രപ്പോസറുടെ കയ്യിലെത്തിയിരിക്കണം. സോ 20th ജാനുവരിക്ക് മിസ്റ്റർ ബിക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയൂ? ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കൺസിഡർ ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആക്സെപ്റ്റൻസ്. ദെൻ നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ. റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ബാക്ക് ഓർ വിഡ്രോവൽ. അതായത് ഓഫറും ആക്സെപ്റ്റൻസും ചെയ്തതിന് ശേഷം വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അത് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിവോക്കേഷൻ ക്യാൻ ബി ഓഫ് ബോത്ത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഓഫറും ആക്സെപ്റ്റൻസും റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. Then the communication of a revocation is complete as against the person who makes it. അതായത് ആരാണോ റിവോക്ക് ചെയ്യുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത് എന്നാണ് പറയുന്നത്. when it put into a course of transmission to the person to whom it is made so as to be out of the power of person who makes it. അതായത് റിവോക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം റിവോക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ലെറ്റർ അയക്കുകയാണെങ്കിൽ അപ്പോഴേ റിവോക്കേഷൻ ആയിട്ടുണ്ട് എന്ന് കൺസിഡർ ചെയ്യാം. ആസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ടു വൂം ഇറ്റ് ഈസ് മെയ്ഡ്. ആർക്കാണോ റിവോക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ലെറ്റർ അയക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം വെൻ ഇറ്റ് കംസ് ടു ഹിസ് നോളേജ്, അയാളുടെ അറിവിലേക്ക് എത്തുമ്പോഴേ അത് റിവോക്ക് ചെയ്തു എന്ന് കൺസിഡർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ലെറ്റർ ആയാലും ടെലഗ്രാം ആയാലും എന്തായാലും എങ്ങനെയാണോ റിവോക്ക് ചെയ്തു എന്നുള്ളത് ഇൻഫോം ചെയ്യുന്നത് അത് ചെയ്യുന്ന ഉടനെ ആ റിവോക്ക് ചെയ്യുന്ന ആൾക്ക് റിവോക്കേഷൻ കംപ്ലീറ്റ് ആകുന്നുണ്ട്. പക്ഷേ ആർക്കാണോ റിവോക്കേഷൻ ചെയ്തു എന്നുള്ളത് അറിയിക്കുന്നത് അയാളുടെ കയ്യിൽ എങ്ങനെയാണോ, ദാറ്റ് മീൻസ് ലെറ്റർ ആണെങ്കിൽ ലെറ്റർ റിസീവ് ചെയ്യണം, ടെലഗ്രാം ആണെങ്കിൽ ടെലഗ്രാം റിസീവ് ചെയ്യുമ്പോഴേ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. സോ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ, ആക്സെപ്റ്റൻസ്, ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ. ദെൻ സെക്ഷൻ 5 പറയുന്ന കാര്യം ടൈം ഫോർ റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഇങ്ങനെ റിവോക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 5 പറയുന്നത്. എ ഓഫർ മേ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ പ്രപ്പോസർ ബട്ട് നോട്ട് ആഫ്റ്റർവേർഡ്സ്. റിവോക്കേഷൻ ഓഫ് ഓഫർ മസ്റ്റ് ബി ഡൺ ബിഫോർ ദ ഓഫർ ഈസ് ആക്സെപ്റ്റഡ് ബൈ ദി ഓഫർ. അതായത് ഓഫറാണ് റിവോക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഓഫർ പ്രോസസ്സ്, ദാറ്റ് മീൻസ് ഓഫർ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പേ ഈ ഓഫറിന് ഓഫർ റിവോക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു, മിസ്റ്റർ എ ഓഫർ അയക്കുന്നത് 1st ജാനുവരിക്കാണ്, 10th ജാനുവരിക്കാണ് മിസ്റ്റർ ബി ലെറ്റർ റിസീവ് ചെയ്യുന്നത്. സോ എനെ സംബന്ധിച്ചിടത്തോളം ഓഫർ കംപ്ലീറ്റ് ആകുന്നത് ബി ആ ലെറ്റർ റിസീവ് ചെയ്യുമ്പോൾ മാത്രമാണ്. ദാറ്റ് മീൻസ് 10th ജാനുവരിക്കാണ്. സോ 10th ജാനുവരിയുടെ മുമ്പേ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മിസ്റ്റർ എക്ക് ആ ഓഫർ വിഡ്രോ ചെയ്യാനുള്ള അല്ലെങ്കിൽ റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് റിവോക്കേഷൻ ഓഫ് ഓഫർ എപ്പോൾ ചെയ്യണം? ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ. 10th ജാനുവരി അല്ല, 10th ജാനുവരിക്ക് ഓഫർ ലെറ്റർ റിസീവ് ചെയ്താലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ ഡേറ്റ് 12th ജാനുവരി ആയിരുന്നു. നമുക്ക് ആ എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം. 1st ജാനുവരി 2020 മിസ്റ്റർ എ ലെറ്റർ സെൻഡ് ചെയ്യുന്നു. ദെൻ 10th ജാനുവരിക്ക് ബി റിസീവ് ചെയ്യുന്നതോടുകൂടെ എന്തായി? ഓഫർ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. പക്ഷേ മിസ്റ്റർ ബി എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ 12th ജാനുവരിക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ 1st ജാനുവരിക്ക് ഓഫർ അയച്ച എക്ക് ജനുവരി 12 മുമ്പ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഓഫർ റിവോക്ക് ചെയ്യാം. അതാണ് പറഞ്ഞത്. ഓഫർ അയച്ചിട്ട് ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ വരെ ഓഫർ റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫർ റിവോക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 1st ജാനുവരിക്ക് ഓഫർ അയക്കുന്നു, 12th ജാനുവരിക്ക് ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ആ ആക്സെപ്റ്റ് ചെയ്യുന്ന 12th ജാനുവരിയുടെ മുമ്പ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മിസ്റ്റർ എക്ക് ഓഫർ ആക്സെപ്റ്റ് ചെയ്യാം, ഓഫർ റിവോക്ക് ചെയ്യാം. അടുത്തത് പറയുന്നത് ആക്സെപ്റ്റൻസിൻ്റെ റിവോക്കേഷനാണ്. An acceptance may be revoked at any time before the communication of the acceptance is complete and as against the acceptor but not afterwards. ആക്സെപ്റ്റൻസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ആക്സെപ്റ്റർ എന്ന് പറയുന്നത്. സോ ആക്സെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നത് അതിൻ്റെ മുമ്പ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാം. That means revocation of acceptance must be done before the acceptance comes to the notice of proposer.
പ്രപ്പോസറിൻ്റെ ഇൻഫോർമേഷനിൽ അയാൾ എപ്പോഴാണോ ആക്സെപ്റ്റൻസ് എന്നുള്ള കാര്യം അറിയുന്നത്, അപ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെ ഇയാൾക്ക്, ദാറ്റ് മീൻസ് ആക്സെപ്റ്ററിന് ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ എക്സാമ്പിൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ, ഇവിടെ മിസ്റ്റർ എ 1 ജാനുവരിക്ക് ലെറ്റർ അയക്കുന്നു, 10th ജാനുവരിക്ക് മിസ്റ്റർ ബി ലെറ്റർ റിസീവ് ചെയ്യുമ്പോൾ ഓഫർ കംപ്ലീറ്റ് ആയി. ദെൻ മിസ്റ്റർ ബി 12th ജാനുവരിക്ക് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് അയക്കുകയാണ്. ദെൻ 20th ജാനുവരിക്ക് മിസ്റ്റർ ബീനെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റൻസ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അതാണ് അവിടെ പറയുന്നത്, ആക്സെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നത്, അപ്പോൾ ആ ടൈമിന് മുമ്പ് വരെ ആക്സെപ്റ്ററിന് വേണമെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാം. സോ ഇവിടെ മിസ്റ്റർ ബീനെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണ്? മിസ്റ്റർ എ ലെറ്റർ റിസീവ് ചെയ്യുന്ന 20th ജാനുവരിക്കാണ്. സോ 20th ജാനുവരിക്ക് തൊട്ട് മുമ്പ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മിസ്റ്റർ ബിക്ക് ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാം. സോ ഓഫർ റിവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റൻസ് ചെയ്യുന്നതിന് മുമ്പേ ആകണം. ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റൻസിനെ കുറിച്ച് പ്രപ്പോസർ അറിയുന്നതിന് മുമ്പേ, ദാറ്റ് മീൻസ് പ്രപ്പോസർ ആ ലെറ്റർ റിസീവ് ചെയ്യുന്നതിന് മുമ്പേ. അതല്ലെങ്കിൽ ആക്സെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുന്നത് അതിന് മുമ്പ് വരെ ഇയാൾക്ക് ആക്സെപ്റ്ററിന് ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാം. അത്രയാണ് ടൈംസ് ഓഫ് റിവോക്കേഷന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇഫ് ദ റിവോക്കേഷൻ ഓഫ് ഓഫർ ഓർ ആക്സെപ്റ്റൻസ് ഈസ് നോട്ട് ഡൺ ആസ് മെൻഷൻ എബോവ്, സച്ച് റിവോക്കേഷൻ എയ്തർ ഓഫ് ഓഫർ ഓർ ആക്സെപ്റ്റൻസ് വിൽ ഹാവ് നോ ഇഫക്റ്റ്. അതായത് ഈ പറഞ്ഞ പ്രകാരമല്ല റിവോക്കേഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവോക്കേഷൻസ് ആക്സെപ്റ്റ് ചെയ്യില്ല, മീൻസ് കൺസിഡർ ചെയ്യൂല. ദാറ്റ് മീൻസ് അത്ര റിവോക്കേഷൻസ് വാലിഡ് അല്ല, അതിന് ഇഫക്റ്റ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് മോഡ്സ് ഓഫ് റിവോക്കേഷൻ ഓഫ് ആൻ ഓഫർ. ഇനി ഓഫർ റിവോക്ക് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് ഓഫർ റിവോക്ക് ചെയ്യാറുള്ളത്? റിവോക്ക് ചെയ്യുക മീൻസ് ക്യാൻസൽ ചെയ്യുക, വിഡ്രോ ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. നമ്മൾ ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഓഫറിൻ്റെ റിവോക്കേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എങ്ങനെ? ആ നോട്ടീസ് അയച്ചിട്ടോ അല്ലെങ്കിൽ ലെറ്റർ അയച്ചിട്ടോ ഒക്കെ നമുക്ക് അതിൻ്റെ റിവോക്കേഷനും ചെയ്യാവുന്നതാണ്. അതിലൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ ആൻ ഓപ്ഷൻ സെയിൽ എ മേക്സ് ഹയർ ബിഡ് ഫോർ ബീസ് ഗുഡ്സ്. ഹൗവർ ഹി withdrew his bid before fall of the hammer. The offer has been revoked before its acceptance. അതായത് മിസ്റ്റർ ബീൻ്റെ കുറച്ച് ഗുഡ്സ് ലേലത്തിന് വെച്ചിരിക്കുകയാണ്. ആ ലേലത്തിന് വെച്ച സമയത്ത് മിസ്റ്റർ എ ഹയസ്റ്റ് പ്രൈസ് ലേലം വിളിച്ചു. ആ ലേലം വിളിച്ചിട്ടും ആ ഹാമർ, ദാറ്റ് മീൻസ് നമുക്കറിയാം ലേലം വിളിച്ചിട്ട് ഫൈനൽ സാങ്ഷൻ ചെയ്യുന്നത് ഹാമർ അടിച്ചുകൊണ്ടാണ്. ആ ഹാമർ അടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എക്ക് ആ ഓഫർ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ആ നോട്ടീസ് അങ്ങനെ ചെയ്യുന്നില്ല അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാണ് എന്ന് അപ്പോൾ പറഞ്ഞാലും മതി, അത് റിവോക്ക് ചെയ്തായിട്ട് കൺസിഡർ ചെയ്യും. സോ നമ്മൾ നോട്ടീസ് അയച്ചിട്ടോ ലെറ്റർ അയച്ചിട്ടോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടും റിവോക്കേഷൻ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ദെൻ അടുത്തത് ലാപ്സ് ഓഫ് ടൈം. അതായത് ചില ഓഫറുകളൊക്കെ പറയുമ്പോൾ ഇത്ര ടൈം എന്നൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ ടൈമിൻ്റെ ഉള്ളിൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴേ അതെന്താകുന്നുള്ളൂ, ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന തരത്തിലേക്ക് എത്തുന്നുള്ളൂ. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഓഫർ റിവോക്ക് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. A offered to sell his horse to B on December 14 and gave him 3 days time to accept. അതായത് മിസ്റ്റർ എ ബിക്ക് അയാളുടെ ഹോഴ്സിനെ വിൽക്കാൻ വേണ്ടി ഓഫർ ചെയ്തു എന്ന് December 14. എന്നിട്ട് 3 ദിവസം ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈമും കൊടുത്തു. അതായത് ആ ദിവസത്തിൻ്റെ കണക്ക് ഓഫറിൽ പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബി ആക്സെപ്റ്റ് ചെയ്യുന്ന December 20ക്കാണ്. അതായത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് മിസ്റ്റർ ബി ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ ഓഫർ റിവോക്ക് ചെയ്തായി കൺസിഡർ ചെയ്യും. സോ ആ ഒരു ആക്സെപ്റ്റൻസും വാലിഡ് ആകുന്നില്ല. സോ ഇവിടെ പറഞ്ഞ ടൈം പാസ് ചെയ്ത് കഴിഞ്ഞു പോയാൽ പിന്നെ ആ ഓഫർ റിവോക്ക് ചെയ്തായി കൺസിഡർ ചെയ്യും. അതിനുശേഷം പിന്നെ ആക്സെപ്റ്റ് ചെയ്താൽ അത് വാലിഡ് ആകുന്നില്ല. ദ നെക്സ്റ്റ് വൺ, ഫെയിലിയർ ടു ഫുൾഫിൽ കണ്ടീഷൻസ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് ആകാം. അതിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാകണം ഓഫർ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ അതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും
ഓഫർ റിവോക്ക് ചെയ്തിട്ട് കൺസിഡർ ചെയ്യാം. മിസ്റ്റർ എക്സ് seller agrees to sell his car to Y provided Y give an advance of 5,000 within 2 days. എക്സ് വൈന് അയാളുടെ കാറ് ഓഫർ ചെയ്യും. എക്സ് സെല്ലറാണ്, അയാൾ കാറ് ഓഫർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു 5,000 രൂപ 2 ദിവസത്തിനുള്ളിൽ അടക്കണം എന്ന് പറഞ്ഞു. അതൊരു കണ്ടീഷനാണ്, ഓഫറിൽ പറഞ്ഞ കണ്ടീഷനാണ്. വൈ അങ്ങനെ 5,000 രൂപ കൊടുത്തില്ല, 2 ദിവസത്തിനുള്ളിൽ 5,000 രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ അയാൾ ഫുൾഫിൽ ചെയ്തില്ല എന്നുള്ളതാണ് അർത്ഥം. സോ അങ്ങനെ വരുമ്പോൾ ആ ഓഫർ റിവോക്ക് ചെയ്തിട്ട് കൺസിഡർ ചെയ്യാം. ദ നെക്സ്റ്റ് വൺ, ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് പ്രപ്പോസൽ. അതായത് ഓഫർ വെച്ച ആൾ മരിക്കുകയോ അല്ലെങ്കിൽ അയാൾ ഇൻസെയിൻ ആവുക, ദാറ്റ് മീൻസ് മെൻ്റലി ഡിസോർഡർ ആവുകയൊക്കെയാണ് എന്നുണ്ടെങ്കിലും ആ ഓഫർ റിവോക്ക് ചെയ്തിട്ട് കൺസിഡർ ചെയ്യും. എ ഓഫർ ടു സെൽ ഹിസ് ബൈക്ക് ആൻഡ് then dies in a road accident. B comes to know about the death of A before his acceptance of A's offer. അതായത് ബിക്ക് ഓഫർ വെച്ചു എ അയാളുടെ കാറ് വിൽക്കാമെന്നുള്ളത്, കാറല്ല ബൈക്ക്, പക്ഷേ ബൈക്ക് വിൽക്കാമെന്നുള്ള ഓഫർ വെച്ചതിന് ശേഷം മിസ്റ്റർ എ മരിക്കുകയാണ് ഒരു കാർ ആക്സിഡൻറ്റിൽ, റോഡ് ആക്സിഡൻറ്റിൽ. അത് ബി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബി ആക്സെപ്റ്റ് ചെയ്യാൻ മുമ്പേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഫർ റിവോക്ക് ചെയ്ത് കൺസിഡർ ചെയ്യണം. ബി ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് നിലവിൽ വന്നു, പക്ഷേ അത് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് കാരണമാണെങ്കിലും ഓഫർ ക്യാൻസൽ ചെയ്യുന്നതിന് കാരണമാണെന്നുണ്ടെങ്കിൽ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അറിയണം എന്നുള്ളതാണ്. സോ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഫർ റിവോക്ക് ചെയ്തിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളത്. ദ നെക്സ്റ്റ് വൺ, കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ നമ്മൾ പറഞ്ഞതാണ്, ഒരു ഓഫർ വെച്ചിട്ട് ആ ഓഫറിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേറെ ഒരു ഓഫർ വെക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു ഡിമാൻഡ് വെക്കുക എന്ന് പറയുമ്പോൾ അതൊരു കൗണ്ടർ ഓഫർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെ കൗണ്ടർ ഓഫർ വെച്ചാൽ ഒറിജിനൽ ഓഫർ റിജക്റ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. യെസ് ഓഫർ ടു സെൽ ഹിസ് കാർ ടു വൈ ഫോർ ₹50,000 ബട്ട് വൈ ആക്സെപ്റ്റ് ടു പേ 40,000. അതായത് യെസ് പറയാണ് എൻ്റെ കാർ 50,000 രൂപക്ക് നിനക്ക് വിൽക്കാൻ ഞാൻ റെഡിയാണെന്ന് വൈനോട് പറയണം. പക്ഷെ വൈ പറയാണ് അല്ല ഞാൻ 40,000 രൂപക്കാണെങ്കിൽ ഞാൻ വാങ്ങാമെന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, വൈ പറഞ്ഞ് ആ 40,000 രൂപക്ക് വാങ്ങാമെന്നുള്ളത് ഒരു കൗണ്ടർ ഓഫറാണ്. സോ ഇവിടെ യെസ് വെച്ച ഒറിജിനൽ ഓഫർ റിജക്റ്റായി കൗണ്ടർ ഓഫർ നിലവിൽ വരും. സോ അങ്ങനെ ഒരു കൗണ്ടർ ഓഫർ വന്നാൽ ഒറിജിനൽ ഓഫർ റിജക്റ്റായിട്ട് കൺസിഡർ ചെയ്യണം. ദെൻ സബ്സിക്വൻറ്റ് ഇല്ലീഗാലിറ്റി ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അതായത് നമ്മൾ കോൺട്രാക്റ്റ് പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്, കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം ഇല്ലീഗലായുള്ള വല്ല നിയമങ്ങൾ, കോൺട്രാക്റ്റ് ഇല്ലീഗലാവാൻ ചിലപ്പം ലീഗൽ പ്രൊവിഷൻസ് പുതിയതായിട്ട് വരാം. അതായത് നമ്മൾ പറഞ്ഞതായിരുന്നു, ഒരു ഇന്ത്യക്കാരും പാകിസ്ഥാനിയും ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തു, പക്ഷേ വാർ ഡിക്ലെയർ ചെയ്താൽ അവർ ഏലിയൻ എനിമി ആയി. സോ അത്തരം കേസിൽ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. സോ സെർട്ടൈൻ ടു പെർഫോമൻസ്, അതായത് ഒരു ഓഫറിൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിലും ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ പെർഫോം ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ കഴിയാത്ത തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നീട് വരികയാണ് എന്നുണ്ടെങ്കിലും ഓഫർ റിവോക്ക് ചെയ്തായിട്ട് കൺസിഡർ ചെയ്യണം. അതായത് ഓഫർ ഒരു കാർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് വിചാരിക്കുക, ആ കാർ അങ്ങോട്ട് നശിച്ചു പോയി, കാർ ആക്സിഡൻറ്റിൽ പറ്റി നശിച്ചു പോയാൽ പിന്നെ അവിടെ നമുക്ക് ആ പറഞ്ഞ കാര്യം ചെയ്ത് തീർക്കാനുള്ള ഓപ്ഷൻ ഇല്ല. സോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഓഫർ റിവോക്ക് ചെയ്തായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഓഫർ ടു സെൽ എ ബിൽഡിംഗ് ടു ബി ഫോർ ₹20 lakh. എ ബിൽഡിംഗ് ബിക്ക് വിൽക്കാൻ ഓഫർ ചെയ്യാണ് 20 ലക്ഷം രൂപക്ക്. ബിഫോർ ദ ഓഫർ ഈസ് ആക്സെപ്റ്റഡ് ബൈ ബി, ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ദ ബിൽഡിംഗ് ഈസ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ, തീ പിടിച്ച് ബിൽഡിംഗ് നശിച്ചാൽ പിന്നെ അവിടെ ഓഫർ റിവോക്ക് ചെയ്തായി കൺസിഡർ ചെയ്യാം. ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ആണെങ്കിൽ ഇത് റിവോക്ക് ചെയ്തിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ബിക്കോസ് ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കോൺട്രാക്റ്റ് ആയി മാറി. സോ ഓഫർ റിവോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ സംഭവിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ ആ സബ്ജക്റ്റ് മാറ്റർ നശിക്കുക അല്ലെങ്കിൽ പുതിയ നിയമം വരിക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഒരു ഇന്ത്യക്കാരനും പാകിസ്ഥാനും, ഒരു ഇന്ത്യക്കാരൻ ഓഫർ വെക്കുകയാണ്, ആ ഓഫർ പാകിസ്ഥാനി ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ വാർ ഡിക്ലെയർ ചെയ്താൽ പിന്നെ ആ ഓഫർ റിവോക്ക് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യണം. സോ അത്തരം കേസുകളിൽ ഓഫർ റിവോക്ക് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മോഡ്സ് ഓഫ് റിവോക്കേഷൻ ഓഫ് ആൻ ഓഫർ. ഓക്കെ, ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.